and take a heavy toll. ഏറ്റവും വലിയ ബോംബ് ഇവിടെ കണ്ട ബോംബ് ഇതാണ്. റോൾസ് റോയ്സിൻ്റെ 2 എഞ്ചിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് പ്രവർത്തിപ്പിക്കാനായിട്ട്. വാറിൻ്റെ സമയത്ത് വീണ ഒരു ഫ്ലൈറ്റിൻ്റെ ചിറകാണ്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഗണ്ണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, മെഷീൻ ഗണ്ണൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വിമാനമാണ് കാണാൻ കഴിയുന്നത്. ഫോർഡ് കമ്പനി 1967 ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ആണ്. ഈ ഫ്ലൈറ്റിന് ടയറുകളൊന്നുമില്ല, കട്ടപ്പുറത്താണ് ഫ്ലൈറ്റ് ഇരിക്കുന്നത്. അങ്ങനെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. ഇവിടുത്തെ എയർഫോഴ്സിൻ്റെ മ്യൂസിയം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ എയർഫോഴ്സിൻ്റെ മ്യൂസിയവും ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നമ്മൾ എയർഫോഴ്സിൻ്റെ മ്യൂസിയത്തിൻ്റെ പരിസരത്തേക്ക് എത്താറായപ്പോൾ തന്നെ നമുക്കിവിടെ ഒരുപാട് ഫ്ലൈറ്റുകളുടെ മോഡലുകളൊക്കെ സൈഡിലായിട്ട് വെച്ചേക്കുന്നത് കാണാം. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ മെയിനായിട്ടുള്ള ഒരു വലിയൊരു ബോർഡൊക്കെ കാണാം. ടച്ച് ദ സ്കൈ വിത്ത് ഗ്ലോറി എന്ന് പറയുന്ന അടിപൊളി ഒരു ബോർഡ്. ഇതുകൊണ്ട് വേറൊരു ഫ്ലൈറ്റിൻ്റെ ഒരു മാതൃക ഇവിടെ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. എയർഫോഴ്സ് മ്യൂസിയത്തിൻ്റെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് പാർക്കിംഗ്. അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ പാർക്കിങ്ങിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് മ്യൂസിയം കാണാം. ഇവിടെ നിന്നാണ് എൻട്രൻസ്. അങ്ങനെ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് വേണം മ്യൂസിയത്തിലേക്ക് കയറാനായിട്ട്. അത്യാവശ്യം നല്ല തിരക്കുള്ള മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലുള്ള പാലം എയർപോർട്ടിൻ്റെ സൈഡിലായിട്ടാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ബോർഡുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ടിക്കറ്റ് ചാർജുകളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് കാണാം. അതായത് ഇന്ത്യൻ ആയിട്ടുള്ള ആൾക്കാർക്ക് അഡൾട്ട്സിന് 30, ചൈൽഡിന് 15, ഫോറിനായിട്ടുള്ള ആൾക്കാർക്ക് 100, മൈനറായിട്ടുള്ള ആൾക്കാർക്ക് 50. പിന്നെ വെഹിക്കിൾ അതിനകത്ത് അലൗഡല്ലെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ മ്യൂസിയം ഓപ്പൺ ആയിട്ടുള്ള ഒരു സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ ഉള്ള സമയത്ത് മ്യൂസിയം ഓപ്പൺ ആണ്. പിന്നെ ലാസ്റ്റ് എൻട്രി എഴുതിയിരിക്കുന്ന ഒരു സമയം 4:30 മണി വരെ, വൈകുന്നേരം 4:30 വരെ ഇവിടെ ലാസ്റ്റ് മ്യൂസിയം ഓപ്പൺ ആണ്. പിന്നെ തിങ്കളും ചൊവ്വയും മ്യൂസിയം അവധിയാണ്. അങ്ങനെ നമ്മൾ മ്യൂസിയത്തിനകത്തേക്ക് കയറുവാണ്. ഇവിടെ ടിക്കറ്റ് എടുക്കാനുള്ള ഒരു കൗണ്ടറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ പേരൊക്കെ എഴുതി കൊടുത്ത് നമുക്കിവിടെ टिकट എടുക്കാവുന്നതാണ്. इधर लिखना चाहिए और डिटेल्स वगैरह यहाँ एंट्री करना है. ओके. और वहाँ जाके जो रिसेप्शन लिखा है वहाँ पे वो मिलता है टिकट. ओके. അങ്ങനെ നമുക്കിവിടെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതണം. നമ്മളുടെ പേരും നമ്മൾ എവിടെ നിന്ന് വന്നതെന്നൊക്കെ എഴുതി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അകത്തേക്ക് കയറി ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കയറി ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവുകയാണ്. ഒരു സൈഡിലായിട്ട് കഫേയൊക്കെ കാണാം. ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഫുഡൊക്കെ കഴിക്കാനായിട്ടുള്ള ഒരു ഏരിയയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സൈഡിലായിട്ട് തന്നെ പ്ലെയിനും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ടിക്കറ്റ് എടുക്കാനുള്ള ഒരു ഏരിയ ഇവിടെ ഉണ്ട്. ടിക്കറ്റ് എടുത്തു. 2 പേർക്ക് 60 രൂപയാണ് ടിക്കറ്റ്. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറുവാണ്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഫ്ലൈറ്റുകളൊക്കെ നിരത്തിയിട്ടിരിക്കുന്നത് കാണാം. ഫ്രണ്ടിലായിട്ട് ആദ്യം വെച്ചിരിക്കുന്നത് ലേസർ ഗൈഡഡ് മിസൈലാണ് ഒരെണ്ണം വെച്ചിരിക്കുന്നത്. പണ്ട് യൂസ് ചെയ്ത മിസൈലാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. KH-29L ട്രെയിനിങ് മിസൈൽ എന്നാണ് അതിൻ്റെ പേര്. കൺട്രി ഓഫ് മാനുഫാക്ചർ USSR. 1980 ഈ മിസൈൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കുറേ ജീപ്പുകളൊക്കെ കാണാം. ഇത് ടയോട്ട എന്ന് എഴുതിയിരിക്കുന്ന ഒരു പഴയ ജീപ്പാണ്. അപ്പം പണ്ട് കാലത്തുള്ള, അതായത് ഒരുപാട് കാലം പഴക്കമുണ്ട്. അതിൻ്റെ ആ ഒരു ഇതൊക്കെ മാറിയിട്ടുണ്ട്. അകത്തൊക്കെ തുരുമ്പൊക്കെ പിടിച്ച് തുളയൊക്കെ വീണിട്ടുണ്ട്. പക്ഷേ ഇതിവിടെ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് കാണാം വലിയൊരു ടാങ്കൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ബോർഡിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് വാർ ട്രോഫീസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഇവിടെ ഇതിനകത്ത് എൻ്റർ ചെയ്യാൻ പാടില്ലെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ കിടക്കുന്ന ഇതൊക്കെ ഇന്ത്യയുടെ അല്ല, ഇതെല്ലാം പാകിസ്ഥാനിൽ നിന്ന് വാറിൻ്റെ സമയത്ത് ഇന്ത്യൻ സൈനികർ പിടിച്ചെടുത്ത ഒരു ഐറ്റംസാണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ ടാങ്കുകൾ, 2 ടാങ്ക് കാണാം. ഇതുപോലെ പഴയ ടൈപ്പ്, നമ്മൾ പഴയ ഹിന്ദി സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ടൈപ്പ്
ജീപ്പുകളൊക്കെ കാണാം. അങ്ങനെ ഇതൊക്കെ അവർ പിടിച്ചെടുത്തിട്ട് അവരുടെ ആ ഒരു വാറിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന ഐറ്റംസാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പാകിസ്ഥാൻ്റെ ഫ്ലാഗുള്ള ഒരു ചിറക് പോലത്തെ ഐറ്റം കാണാം. അപ്പോൾ ഇന്ത്യൻ ആർമി വാറിൻ്റെ സമയത്ത് പാകിസ്ഥാൻ്റെ വിമാനം വെടിവെച്ചിട്ടപ്പം അതിൻ്റെ ഒരു ചിറകിൻ്റെ ഒരു പീസാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ചിറകിൻ്റെ പീസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇവിടെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം പാകിസ്ഥാൻ്റെ ഐറ്റംസാണ് ഈ ഒരു സൈഡിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് കാഴ്ചകൾ, ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള ഫ്ലൈറ്റുകളും അല്ലെങ്കിൽ ഹെലികോപ്റ്ററുകൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ ഒരു സൈഡിൽ ഷോ ചെയ്തിരിക്കുന്നത് കാണാം. പാകിസ്ഥാൻ്റെ വിമാനത്തിൻ്റെ ചിറകും അല്ലെങ്കിൽ അവരുടെ വണ്ടികളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ അടുത്ത സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കൊരു വലിയ ഹെലികോപ്റ്റർ കാണാം. അതും ഇന്ത്യൻ എയർഫോഴ്സ് ഉപയോഗിച്ച വളരെ പഴക്കമുള്ള ഒരു ഹെലികോപ്റ്ററാണ്. അപ്പോൾ ആ ഹെലികോപ്റ്ററിൻ്റെ ഫ്രണ്ടിലൊക്കെ കുറച്ച് പെയിൻ്റൊക്കെ പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെലികോപ്റ്ററാണ്. ഒരു ഹെഡ്ലൈറ്റൊക്കെ കാണാം, സിംഗിൾ ഹെഡ്ലൈറ്റിൻ്റെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ എന്തായാലും ഹെലികോപ്റ്ററിൻ്റെ ഇവിടെ സൈഡിലായിട്ട് ഹെലികോപ്റ്ററിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. കൺട്രി ഓഫ് മാനുഫാക്ചർ അമേരിക്കയാണ്. 1954 to 1966 ആ ഒരു സമയത്ത് ഉപയോഗിച്ച ഹെലികോപ്റ്ററാണ് ഈ കാണുന്നത്. അപ്പോൾ ഹെലികോപ്റ്ററിനെ പറ്റിയുള്ള മൊത്തം ഡീറ്റെയിൽസും നമുക്കിവിടെ വായിക്കാവുന്നതാണ്. ഹെലികോപ്റ്ററിൻ്റെ അടുത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ഹെലികോപ്റ്ററിൻ്റെ താഴെയായിട്ട് ഒരുപാട് മിസൈലൊക്കെ വെച്ചിരിക്കുന്നത് കാണാം, പല ടൈപ്പിലുള്ള മിസൈൽസ്. അപ്പോൾ ഈ മിസൈൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി ഇതൊക്കെ പണ്ട് വാറിൻ്റെ സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മിസൈൽസാണ്. അപ്പോൾ ഇങ്ങനെ 1, 2, 3, 4, 5 മിസൈലാണുള്ളത്. ഏറ്റവും ആദ്യം വെച്ചിരിക്കുന്നത് ഏറ്റവും സൈസ് കൂടിയ ഏറ്റവും വലിയ മിസൈലാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് മിസൈലുകളുടെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. മിസൈലിലൊക്കെ തൊടാനായിട്ടുള്ള ഒരു ചാൻസും കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. പൊട്ടുമില്ലോ എന്നറിയത്തില്ല, പക്ഷേ എന്തായാലും പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മിസൈൽ അല്ലെങ്കിൽ ഒരു ഏരിയ തന്നെ തകർക്കാൻ ശക്തിയുള്ള അത്രയും പവർഫുള്ളായിട്ടുള്ള ആ മിസൈലിൽ തൊടാനുള്ള ചാൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ നിങ്ങൾ ദില്ലിയിൽ വരുവാണെങ്കിൽ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ആദ്യം കണ്ട ബോംബിനെക്കാട്ടിലും വലിയ ബോംബുകളാണ് ഈ ഹെലികോപ്റ്ററിൽ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഹെലികോപ്റ്ററിൽ ക്യാരി ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ കണ്ട ബോംബുകളുടെ പേരുകളാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ബോംബ് ഇവിടെ കണ്ട ബോംബ് ഇതാണ്. അപ്പോൾ ആ ബോംബിൻ്റെ പേര് TI-1000 LBS MI-1 എന്ന് പറഞ്ഞ ഫ്ലാഷ് ഇലുമിനേഷൻ ടാർഗറ്റ് ഇൻഡിക്കേറ്റർ ബോംബ് എന്ന് പറഞ്ഞ ബോംബാണ്. അപ്പോൾ എന്തായാലും ഈ എയർക്രാഫ്റ്റിലേ ഉള്ളൂ ഇത്രയും വലിയ ബോംബുകളൊക്കെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓരോ എയർക്രാഫ്റ്റിൻ്റെ അടിയിലായിട്ടും നമുക്ക് ആ എയർക്രാഫ്റ്റിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ എയർക്രാഫ്റ്റിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബോംബുകളൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന നമുക്ക് കാണാം. അപ്പോൾ അടുത്ത അതിൻ്റെ സൈഡിലായിട്ട് എഴുതിയിരിക്കുന്ന ബോംബ് നമുക്ക് കാണാം. ബോംബ് 500 LB MK4A എന്ന് പറഞ്ഞ ബോംബാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. എന്തായാലും ഒരുപാട് ബോംബുകളുണ്ട് ഇവിടെ, പല പല ബോംബുകൾ നമുക്ക് കാണാം. അതിൻ്റെ എല്ലാം പേരുകൾ നമുക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ബോംബുകളൊക്കെ നമുക്ക് കാണാനായിട്ടും അതിൻ്റെ പേരുകളൊക്കെ മനസ്സിലാക്കാനായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ആർമി യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസരമാണ് ഇവിടെ. അങ്ങനെ ഹെലികോപ്റ്ററൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മുമ്പിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു ഫ്ലൈറ്റാണ് അടുത്ത് കാണാൻ കഴിയുന്നത്. അത്യാവശ്യം സൈസുള്ള ഒരു വിമാനമാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. ആ വിമാനത്തിനെ പറ്റിയുള്ള കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ വിമാനത്തിനെ പറ്റി നമുക്ക് നോക്കാം. ഇത് കൺട്രി ഓഫ് മാനുഫാക്ചർ UK ആണ്. അങ്ങനെ 2 സീറ്ററാണ് ഈ വിമാനം. ഇത് ബോംബർ വിമാനമാണ്. അപ്പം വിമാനം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ബോംബിടാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിമാനമാണ്. അതും 890 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റിയ അല്ലെങ്കിൽ 4625 കിലോമീറ്റർ റേഞ്ചുള്ള അത്രയും ഹൈറ്റിൽ പോകാൻ പറ്റിയ ഒരു വിമാനമാണിത്. എന്തായാലും 1971 കാലഘട്ടങ്ങളിൽ യൂസ് ചെയ്തിരുന്ന ആ വിമാനത്തിൻ്റെ കാഴ്ചകളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും പഴക്കം ചെന്ന വിമാനങ്ങൾ ഇപ്പോഴും ഒരു കേടുപാടും കൂടാതെ സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ആ സൈഡിൽ കണ്ട കുറച്ച് ഹെലികോപ്റ്ററുകൾക്ക് കുറച്ച് കാലപ്പഴക്കം സംഭവിച്ചിട്ടുണ്ട്. ലിബർട്ടോർ B-24 എന്നാണ് ഈ വിമാനത്തിൻ്റെ പേര്. ഇത് അമേരിക്കൻ ബിൽഡാണ് ഈ വിമാനം. 1948, 1971 കാലഘട്ടങ്ങളിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വിമാനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 290 mph ആണ് ഇതിൻ്റെ സ്പീഡ്. ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ ടാങ്കിൽ 3700 മൈൽസാണ് ഇതിൻ്റെ ഒരു ട്രാവലിംഗ് ഡിസ്റ്റൻസ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു വിമാനം നമുക്ക് കാണാൻ കഴിഞ്ഞു. അത്യാവശ്യം നല്ല സൈസുള്ള ഒരു അഗ്രസീവ് ഷേപ്പുള്ള ഒരു വിമാനമാണ്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഗണ്ണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, മെഷീൻ ഗണ്ണൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വിമാനമാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും നല്ല സൈസുള്ള ഒരു വിമാനം. ഈ വിമാനം പാർക്ക് ചെയ്യാൻ തന്നെ നല്ലൊരു ഏരിയ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. SNR 75M ഫാൻസോങ് റഡാറാണ് ഈ റഡാർ. അപ്പോൾ ഇത് USSRൻ്റെ മാനുഫാക്ചറിങ്ങിലുള്ള ഒരു റഡാറാണ്. 1965, 1992 കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന റഡാറാണ് ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 60 to 120 കിലോമീറ്റർ റേഞ്ചിലുള്ള ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള റഡാർ സിസ്റ്റമാണ് ഈ കാണുന്നത്.
അപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് പുതിയ ഇൻഫർമേഷനാണ് ഇവിടെ വന്നു കഴിയുമ്പോൾ കിട്ടുന്നത്. മ്യൂസിയത്തിൻ്റെ ഗ്യാരേജിലേക്ക് കയറുവാണ്. ഇത്രയും നേരം നമ്മൾ ഓപ്പൺ ആയിട്ട് വെച്ചിരുന്ന ഫ്ലൈറ്റുകളും മിസൈലുകളൊക്കെയാണ് കണ്ടത്. ഈ ആദ്യമായിട്ട് സ്പേസിൽ പോകാൻ വേണ്ടി ഉപയോഗിച്ച എയർക്രാഫ്റ്റ് അല്ല, ഇത് സ്പേസിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു മെഷീനറിയാണ്. അതായത് ആദ്യമായിട്ട് നീൽ ആംസ്ട്രോങ് ഒക്കെ സ്പേസിലേക്ക് പോയി ഇറങ്ങിയത്, അല്ലെങ്കിൽ മൂണിൽ പോയി കാലുകുത്താൻ വേണ്ടി ഉപയോഗിച്ച ആ ഒരു മെഷീനറിയാണ് നമ്മളിപ്പോൾ നമ്മുടെ ബാക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഗിൾ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈഗിൾ മോഡ്യൂൾ എന്നാണ് ഇവർ ഇതിന് പേരിട്ടിരിക്കുന്നത്. അപ്പോളോ 11 സ്പേസ് എയർക്രാഫ്റ്റ് എന്നാണ് ഇതിനെപ്പറ്റി എഴുതിയിരിക്കുന്നത്. നമ്മൾ മുമ്പോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ബോംബർ വിമാനങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഓരോ ബോംബർ വിമാനങ്ങളും ക്യാരി ചെയ്യുന്ന ബോംബുകളും അതിൻ്റെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കയ്യിലുള്ള ഗണ്ണുകൾ, ആഡൻ ഗൺ എന്നാണ് ഒരു ഗണ്ണിൻ്റെ പേര്. അപ്പോൾ ഈ വിമാനത്തിൻ്റെ സൈഡിലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഗണ്ണുകളാണ് ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫ്ലൈറ്റുകൾ, ഇതുപോലെ ബോംബർ ഫ്ലൈറ്റുകൾ നമുക്ക് ഇങ്ങനെ പോകുന്ന വഴിയിൽ കാണാം. ഒരു സോൾജിയറിൻ്റെ ഒരു പ്രതിമയെ നമുക്കിവിടെ കാണാം. അപ്പോൾ എയർഫോഴ്സിൻ്റെ മ്യൂസിയമാണ്. അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സാണ് ഈ ഫ്ലൈറ്റുകളെല്ലാം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതും ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫ്ലൈറ്റുകളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന ഫ്ലൈറ്റുകൾക്കൊക്കെ നല്ല പ്രായമുള്ള ഫ്ലൈറ്റുകളാണ്. ഇത് കാണുമ്പോഴേ അറിയാം. പക്ഷേ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് ഇതൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഫ്ലൈറ്റിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, ഇത് കൺട്രി ഓഫ് മാനുഫാക്ചർ ഇന്ത്യയാണ്. ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തൊരു ഫ്ലൈറ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത് 1953 ഇത് മാനുഫാക്ചറിങ് നടന്നിരിക്കുന്നത്. ഇവിടെ കൊങ്കൻ ഒരു പേരൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ടൈഗറിൻ്റെ പടമൊക്കെ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിയൊരു എയർക്രാഫ്റ്റാണ്. പക്ഷേ ഇത് 2 സീറ്ററാണെന്ന് തോന്നുന്നു. ഇത് ഫ്രണ്ടിലൊരു സീറ്റുണ്ട്, ബാക്കിലൊരു സീറ്റുണ്ട്. 2 സീറ്ററാണ്. അത്യാവശ്യം സൈസ് ഒരു എയർക്രാഫ്റ്റാണ്. ഈ എയർക്രാഫ്റ്റിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈസാണ്ടർ MK2 എന്ന് പറഞ്ഞ എയർക്രാഫ്റ്റാണ്. UK ബിൽഡാണ് ഈ എയർക്രാഫ്റ്റ്. 1941-43 കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എയർക്രാഫ്റ്റാണ്. ഇതിൻ്റെ മാക്സിമം സ്പീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 368 കിലോമീറ്റർ ടു 965 കിലോമീറ്റർ ഇതിൻ്റെ റേഞ്ചാണ്. സ്പീഡ് 368, റേഞ്ച് 965. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇതും വാറിൻ്റെ സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിമാനമാണ്. ഇതിനും ഗണ്ണുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിലായിട്ട് നമുക്ക് ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം. ഈ വിമാനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ഇവിടെയും ഈ സൈഡിലായിട്ട് ഇവിടെയായിട്ട് ഹെഡ്ലൈറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല വലിയ ടയറുകളൊക്കെ ഉള്ള നല്ല ഹൈറ്റായിട്ടുള്ള നല്ലൊരു വലിയ വിമാനമാണ്. വിമാനത്തിൻ്റെ ഒരു സൈഡിൽ ബോംബെ സിറ്റി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പ്രൊപ്പലറിന് ഇച്ചിരി വിഷയമൊക്കെ ഉണ്ടെന്ന് കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും പക്ഷേ നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് വശമൊക്കെ കാണാം. ഇതിൻ്റെ ലീഫുകളൊക്കെ വേറെ ടൈപ്പ് രീതിയിലാണ് ലീഫുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ലൈൻസൊക്കെ കെട്ടി ഈ സൈഡിലേക്കൊക്കെ ഇങ്ങനെ 2 സൈഡിലേക്കൊക്കെ വലിച്ചു കെട്ടിയിട്ടുള്ള വളരെ പഴക്കം ചെന്ന ഒരു എയർക്രാഫ്റ്റാണ്. ഇതിൻ്റെ എയർക്രാഫ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാം. വബിറ്റി MK2A എന്ന് പറഞ്ഞ എയർക്രാഫ്റ്റാണ്. 1933-42 കാലഘട്ടങ്ങളിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. വളരെ ഓൾഡായിട്ടുള്ള ഒരു എയർക്രാഫ്റ്റാണ്. ഇതിൻ്റെ സ്പീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 225 കിലോമീറ്റർ സ്പീഡും റേഞ്ച് 550 കിലോമീറ്ററുമാണ് ഇതിൻ്റെ റേഞ്ച്. പക്ഷേ എന്തായാലും അത്യാവശ്യം നല്ല സ്പീഡൊക്കെ ഉള്ള ഒരു എയർക്രാഫ്റ്റ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും ആ എയർക്രാഫ്റ്റിൻ്റെ ഒരു ബാക്ക് സൈഡൊക്കെ കുറച്ച് വിഷയം വന്നിട്ടുണ്ട്. അതൊക്കെ കുറച്ച് നശിച്ചു പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. നമുക്കിതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഇവർ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടാണ് ഈ ഒരു സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ വിമാനങ്ങൾ പുറത്തൊക്കെ കണ്ടു. അതൊക്കെ കുറച്ചുകൂടെ പുതിയതാണ്. ഇത് ഒരുപാട് പഴയ ഒരു വിമാനമാണ് നമുക്കിവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു ടേക്ക് കെയർ ചെയ്തിട്ട് ഇവർ അകത്ത് നനയാത്ത രീതിയിലാണ് ഇവർ ഇതിനെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അകത്ത് വെച്ചും വേറൊരു പാകിസ്ഥാൻ്റെ വിമാനം കാണാൻ കഴിഞ്ഞു. ഇത് ഈ സൈഡിലായിട്ട് നമുക്ക് കാണാം. ഇവിടെ പാകിസ്ഥാൻ്റെ സിമ്പലൊക്കെ വെച്ചിട്ടുണ്ട്. വാറിൻ്റെ സമയത്ത് ഇന്ത്യൻ എയർഫോഴ്സ് പിടിച്ചെടുത്ത വിമാനങ്ങളാണ് നമുക്കിവിടെ കാണുന്നത്. ഇവിടെ ബിവെയർ ഓഫ് ബ്ലാസ്റ്റ് എന്ന് ഇതിൻ്റെ ആ ക്രോക്കോഡൈലിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം അന്ന് ഉപയോഗിച്ച അതേ രീതിയിൽ തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാം. അങ്ങനെ പാകിസ്ഥാൻ്റെ വിമാനം വെടിവെച്ചിട്ടേക്കുന്ന വിമാനത്തിൻ്റെ ഇവിടെയായിട്ട് നമുക്ക് വിമാനത്തിൻ്റെ സൈഡുകളിലെല്ലാം കാണാം. ഇവിടെ എല്ലാം റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഒരു വരച്ചിട്ടുണ്ട്. ആ വരച്ചേക്കുന്നതിന് ഇവിടെയൊക്കെ ഹോളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ മാനുഫാക്ചറിങ്ങിൻ്റെ സമയത്ത് ഉള്ള ഒരു ഹോളുകളല്ല. ഇതൊക്കെ ഇന്ത്യൻ എയർഫോഴ്സ് വെടിവെച്ച ഹോളുകളാണ്. അപ്പോൾ ഇങ്ങനെ വെടിവെച്ച് ഇവിടെ വീണ ഒരു വിമാനമാണ് ഇവർ ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡുകളിലെല്ലാം നമുക്ക് കാണാം ഇങ്ങനെ റൗണ്ട് വരച്ച് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം വെടികൊണ്ട പാടുകളാണ്. ഒരു എയർക്രാഫ്റ്റ് കാണാൻ കഴിഞ്ഞു. ഇന്ത്യൻ മെയ്ഡ് എയർക്രാഫ്റ്റാണ്. ഇതിൻ്റെ പേരെഴുതി വെച്ചിരിക്കുന്നത് HF-24 മറൂട്ട് എന്ന് പറഞ്ഞ ഒരു എയർക്രാഫ്റ്റാണ്. ഇന്ത്യയിലാണ് ഇത് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. 1967, 1983 കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു എയർക്രാഫ്റ്റാണ്. ഇതിൻ്റെ എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 റോൾസ് റോയ്സ് ഓർഫ്യൂസ് 703 സിംഗിൾ ഷാഫ്റ്റ് ടർബോജെറ്റ് എൻജിനാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് 2 റോൾസ് റോയ്സിൻ്റെ എൻജിൻ, അതായത് 703 സൈസ് വരുന്ന ആ ഒരു റോൾസ് റോയ്സിൻ്റെ എൻജിനാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മാക്സിമം സ്പീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11,035 കിലോമീറ്റേഴ്സാണ് ഇതിൻ്റെ സ്പീഡ് വരുന്നത്. ഒരുപാട് പഴയ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ട് കാണും ഇങ്ങനത്തെ ഒരു കാറ്. അപ്പോൾ ആ കാറിനെ പറ്റി പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 390 VB എൻജിൻ വിത്ത്
315 bhp ആണ് ഇതിൻ്റെ പവർ വന്നിരിക്കുന്നത്. 4600 RPM ആണ് ഇതിൻ്റെ പവറൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പം 8 സിലിണ്ടറാണ് എൻജിൻ, അതായത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു എൻജിൻ. ഫോർഡ് കമ്പനി 1967 ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എയർഫോഴ്സിലെ ചീഫായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ ഗ്യാരേജിലെ ഫ്ലൈറ്റുകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും നമുക്ക് വലിയ ഫ്ലൈറ്റുകളുടെ ഒരു ഏരിയ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഏറ്റവും വലിയ ഫ്ലൈറ്റുകളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ഗ്രൗണ്ടിലാണ് ഈ ഫ്ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പുറകിലൊക്കെ കാണാം, ഇതൊക്കെ നല്ല അത്യാവശ്യം പാസഞ്ചർ ഫ്ലൈറ്റ് പോലത്തെ അതുപോലെ സൈസുള്ള ഫ്ലൈറ്റാണ്. ഏകദേശം ഒരു 100 പേർക്കൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയ സൈസുള്ള ഫ്ലൈറ്റുകൾ. അപ്പോൾ ഇതുപോലത്തെ 1, 2, 3, 4 ഫ്ലൈറ്റുകൾ നമുക്കിവിടെ അടുപ്പിച്ച് തന്നെ ഇട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണുന്നത്. അങ്ങനെ ഇവിടുത്തെ ഏറ്റവും വലിയ ഫ്ലൈറ്റ് നമ്മൾ കണ്ടിരിക്കുകയാണ്. ഈ ഫ്ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചരക്കുകളൊക്കെ കൊണ്ടുപോകാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും വലിയ വെയിറ്റുള്ള സാധനങ്ങളൊക്കെ കയറ്റാനായിട്ട് ഈ ബാക്കിൽ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആവും. ഇവിടെ ഓപ്പൺ ആക്കിയിട്ട് വണ്ടികൾ വരെ കയറ്റാൻ പറ്റിയ നല്ല സൈസുള്ള ഒരു ഫ്ലൈറ്റാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ഫ്ലൈറ്റ് നമുക്ക് ഈ ഒരു മൂലയ്ക്കാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് വെക്കാൻ തന്നെ നല്ലൊരു ഏരിയ തന്നെ വേണം. അപ്പോൾ മ്യൂസിയത്തിൻ്റെ മെയിൻ ഓഫീസൊക്കെ നമുക്കിവിടെ കാണാം. കണ്ട ഒരു ഫ്ലൈറ്റിൻ്റെ അടിവശത്താണ് ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാം. ഏറ്റവും അടി വരെയൊക്കെ നമുക്ക് പോകാം. ഈ ഫ്ലൈറ്റിൻ്റെ ചിറകിൻ്റെ അടിവശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്ലൈറ്റിലൊക്കെ തൊടാം. എന്നിട്ട് ഇവിടെയൊക്കെ ചെറിയ ഓപ്പണിംഗ് ഒക്കെ ഉള്ളതാണ്. അങ്ങനെ ഈ കാണുന്ന ഒരു ഫ്ലൈറ്റിൻ്റെ എൻജിനാണ് ഈ കാണുന്നത്. അപ്പോൾ എൻജിൻ നമുക്ക് വേറെ ഫ്ലൈറ്റിൻ്റെ എൻജിനെ പോയി പിടിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഒന്നും ഒരിക്കലും കിട്ടിയില്ല. പക്ഷേ ഇതാണ് ഇവിടെ നമുക്ക് തൊടാനായിട്ടും എല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന ഫ്ലൈറ്റാണ്. ഈ ഫ്ലൈറ്റിൻ്റെ അടിവശമാണ് ഈ കാണുന്നത്. ഒരു സൈഡിൽ ടയറൊക്കെ ഊരി വെച്ചേക്കുവാണ്. ഈ ഫ്ലൈറ്റിന് ടയറുകളൊന്നുമില്ല, കട്ടപ്പുറത്താണ് ഫ്ലൈറ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിയിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെയൊക്കെ ഒരു ഓപ്പണിങ്ങിനുള്ള ഒരു ഏരിയയൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും ഫ്രണ്ടിലെ ടയർ മാത്രം ഉണ്ട്. ഈ 2 സൈഡിലെ ടയർ മാത്രമേ ഉള്ളൂ ഊരി വെച്ചിരിക്കുന്നത്. എയർഫോഴ്സിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എയർഫോഴ്സിൻ്റെ തുടക്കം തൊട്ടുള്ള കാര്യങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ ഓരോ വാളിലായിട്ട് എഴുതി സ്റ്റിക്കറൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ടി വിയിൽ ഇവരുടെ അതിൻ്റെ ഹിസ്റ്ററി പരമായിട്ടുള്ള വീഡിയോസൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ആൾക്കാർ മൊത്തം സ്ഥലവും വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യത്തെ ഫ്ലൈറ്റും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞ് പോകരുത്. കാരണം അകത്ത് വരുമ്പോഴാണ് നമുക്ക് ശരിക്കും ഈ എയർഫോഴ്സിൻ്റെ ഹിസ്റ്ററി എന്താണ്, എങ്ങനെയാണ് ഇതൊക്കെ ബിൽഡ് ചെയ്തത്, ആദ്യത്തെ തുടക്കകാലത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ അടുത്ത ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഡൽഹി വന്നിട്ട് ഇങ്ങനെ ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്ലെയിനുകൾ കാണാൻ പറ്റി. എൻ്റെ ചുറ്റും പ്ലെയിനുകളുടെ ഒരു മായ ലോകമാണ്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്ലെയിനുകളുടെ കാഴ്ചകളൊക്കെ ആസ്വദിക്കണമെങ്കിൽ നിങ്ങളുടെ ദില്ലി യാത്രയിൽ അല്പസ്വല്പം സമയം നിങ്ങൾക്ക് ചിലവഴിക്കാൻ താല്പര്യമുണ്ടോ എങ്കിൽ നേരെ പോരെ എയർഫോഴ്സിൻ്റെ മ്യൂസിയം നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ വരേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ പാലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടുത്തെ എയർഫോഴ്സിൻ്റെ അടുത്തായിട്ടാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ മ്യൂസിയത്തിലേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട്
ആയിട്ട് നിങ്ങൾക്ക് ക്യാബോ കാര്യങ്ങളൊക്കെ എടുത്ത് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെട്രോയിൽ കയറിയാണെങ്കിലും ഇവിടെ എത്താനായിട്ടുള്ള ഒരു അവസരമാണ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ കറങ്ങി കാണാനായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്തായാലും വരിക, ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കുക. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്കും സജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കണും അമർത്തുക. എന്നാലേ ഉള്ളൂ ഇതുപോലുള്ള പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.